ടി.വി. പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. ടി.വി. പ്രസാദ്, വ്യവസായി എന്ന നിലയിൽ വലിയ വിജയമാണ്. MP എന്ന നിലയിൽ പിന്നീട് മന്ത്രിസ്ഥാനത്തേക്ക് വരെ രാജ്യസഭയിൽ നിന്ന് മന്ത്രിയായി അദ്ദേഹം എത്തുന്നു, രാജീവ് ചന്ദ്രശേഖർ. പക്ഷേ തിരുവനന്തപുരത്ത് കഷ്ടിച്ച് 16,000 വോട്ടുകൾക്കാണ് രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിന് പിന്നിലേക്ക് പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇതുവരെയുള്ള രാഷ്ട്രീയ വിജയവും വ്യാവസായിക മേഖലയിലെ വിജയവും BJPയുടെ സംഘടനാ തലപ്പത്ത് ആവർത്തിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം രാജീവ് ചന്ദ്രശേഖരനുണ്ടോ? എന്താണ് രാജീവ് ചന്ദ്രശേഖരന്റെ വരവിലുള്ള പൊതുവെയുള്ള പ്രതികരണങ്ങൾ? ടി.വി. പ്രസാദ്. അരുൺ, അക്ഷരാർത്ഥത്തിൽ BJP ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു പരീക്ഷണം തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ. കാരണം ഗ്രൂപ്പ് വഴക്ക് മൂലം വീർപ്പുമുട്ടുന്ന BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ ചുമതലയാണ് രാജീവ് ചന്ദ്രശേഖർക്ക് ദേശീയ നേതൃത്വം കൊടുത്തത്. ഇതെത്രത്തോളം പ്രശ്നമുള്ളതാണ് എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. കാരണം സംഘടനാ പരിചയം തീരെയില്ലാത്ത, വളരെ ചെറുപ്പത്തിലൊന്നും സംഘടനാ പ്രവർത്തനം നടത്താത്ത ഒരു നേതാവ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനാവുന്നത് സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. വ്യവസായിയായിരിക്കെ വലിയ തോതിൽ വിജയങ്ങൾ സൃഷ്ടിച്ച ഒരു നേതാവിനെ, രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന പ്രസിഡന്റ് ആക്കുന്നതോടുകൂടി സംസ്ഥാനത്തെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറിയുമെന്നും ഗ്രൂപ്പിൻ്റെ പേരിലുള്ള തർക്കങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുമെന്നുമാണ് BJP ദേശീയ നേതൃത്വം പറയുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനെ എണ്ണയിട്ട യന്ത്രം പോലെ സംഘടനാ സംവിധാനത്തെ ചലിപ്പിക്കണമെങ്കിൽ അതിൽ സംഘടനാ പരിചയം ആവശ്യമാണ്. ഇങ്ങനെ രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരാളെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആക്കുമ്പോൾ BJPയുടെ സംസ്ഥാനത്തെ നേതാക്കളുടെ പിന്തുണ എത്രത്തോളം രാജീവ് എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും കേരളത്തിലെ BJP ഒരു പുതിയ പരീക്ഷണത്തിന് ഇറങ്ങിയിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖരനിലൂടെ. അത് എത്രത്തോളം വിജയം കാണുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അരുൺ.